എൻ്റെ പേര് എൽദോ സെൽവരാജ്. പ്രതിഭൂങ്കോടി എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷൻ കാഴ്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാം. മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരനായിട്ടുള്ള ഉണ്ണിയാറിൻ്റെ സങ്കടം എന്ന് പറഞ്ഞൊരു ചെറുകഥയുണ്ടായിരുന്നു. ആ ചെറുകഥയെ സിനിമ രൂപത്തിലേക്കാക്കി. ആ സിനിമ പ്രതിഭൂങ്കോടി എന്ന് പറഞ്ഞൊരു സിനിമയായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഈ സിനിമ സംവിധാനം ചെയ്തത് റോഷാൻഡൂസ് എന്ന് പറഞ്ഞ സംവിധായകനാണ്. മലയാളത്തിലെ ഏറ്റവും നല്ല നിരവധി ചിത്രങ്ങൾ സമ്മാനിച്ച പ്രിയ സംവിധായകനാണ് റോഷാൻഡൂസ്. അദ്ദേഹത്തിൻ്റെ സിനിമയിലും അവരുടെ സിനിമാ യാത്രയിലും ആ സിനിമയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു. നമ്മുടെ ഈ സിനിമ തുടങ്ങുന്നത് കേരളത്തിലെ എന്നല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല പ്രകൃതി സുന്ദരമായിട്ടുള്ള ഒരു ഗ്രാമത്തിലൂടെയാണ്. അതായത് അലൻസിയർ ചേട്ടൻ്റെ ഒരു സൈക്കിൾ യാത്രയാണ്. അദ്ദേഹം സൈക്കിളിൻ്റെ ബാക്കിലിരുന്നു കൊണ്ട് പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ളൊരു യാത്രയാണ്. ഈ യാത്ര ചിത്രീകരിച്ചത് നമ്മുടെ കുമരകത്താണ്. അത് വിനോദസഞ്ചാരികളെയും വിദേശികളെയും ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന സുന്ദരമായിട്ടുള്ളൊരു ഗ്രാമമാണ് നമ്മുടെ കുമരകം. ഈ കുമരകത്താണ് ഈ രംഗങ്ങളെല്ലാം ചിത്രീകരിച്ചത്. അത് കഴിഞ്ഞ് അലൻസിയറിൻ്റെ ഒരു യാത്രയുണ്ട്. ഈ യാത്ര ചെയ്യുന്നു, സൈക്കിൾ വന്നിട്ട് ഒരു വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ചേട്ടൻ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ആ വീടാണ് നമ്മുടെ ഈ സിനിമയിലെ നായിക കഥാപാത്രമായിട്ടുള്ള മഞ്ജു വാര്യർ അവതരിപ്പിച്ച കഥാപാത്രമുള്ള മാധുരിയുടെ വീട്. ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ സംവിധായകൻ പറഞ്ഞു തന്നൊരു വിഷ്വലുണ്ട്. അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിങ്ങനെ കയറിക്കിടക്കുകയാണ്. കാരണം അദ്ദേഹം എങ്ങനെയാണോ ഇത് കണ്ടത്, അതായത് തിരക്കഥാകൃത്ത് എഴുതി വച്ചിരിക്കുന്ന ഓരോ സീനും, അതായത് നമ്മുടെ മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന മഞ്ജു വാര്യർ ചെയ്യുന്ന മാധുരിയുടെ വീടുണ്ട്. ഈ മാധുരിയുടെ വീട് എങ്ങനെയാവണം, മാധുരിയും അമ്മയും മാത്രം താമസിക്കുന്ന ഒരു വീടാണ്. ആ വീട് ഇന്നതുപോലെ ആവണം, ആ വീടിന് മിറ്റം വേണം, അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഒരു വള്ളം വഞ്ചിയൊക്കെ പോകുന്നൊരു സ്ഥലം വേണം എന്നൊക്കെയാണ് സംവിധായകൻ പറഞ്ഞത്. എന്നാൽ നമുക്ക് ചിത്രീകരണത്തിന് വേണ്ടിയുള്ള നല്ല സ്പേസും ഈ വീടിൻ്റെ ഉള്ളിൽ വേണം. അങ്ങനെ ഞാനും ഈ സിനിമയുടെ കലാസംവിധായകൻ ജ്യോതിഷ് ശങ്കറും ഞങ്ങൾ ഒരുമിച്ച് യാത്ര തുടങ്ങി. കുമരകത്തിൻ്റെ, അതായത് കുമരകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലൂടെയും യാത്ര തുടങ്ങി. ആദ്യം ഞങ്ങൾ കുമരകത്തിൻ്റെ മെയിൻ റോഡ്, അത് ഈ കോട്ടയം കുമരകം റൂട്ടിൽ ഇങ്ങനെ ചുമ്മാ സഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വീടുകളൊന്നും കിട്ടുന്നില്ല. അതിനുശേഷം ഞങ്ങൾ ഈ കോട്ടയത്തിൻ്റെയും കുമരകത്തിൻ്റെ ഇടയ്ക്ക് റൈറ്റും ലെഫ്റ്റും ഉള്ള എല്ലാ ഇടവഴികളും ഞങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെ സഞ്ചരിച്ചിട്ട് നമ്മൾ കോട്ടയത്ത് നിന്ന് കുമരകത്തേക്ക് പോകുമ്പോൾ കുമരകം ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇറങ്ങി അവിടെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൻ്റെ സൈഡ് വഴി കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ വലിയൊരു തോട് കാണാം. ആ തോടിൻ്റെ സൈഡ് വഴി നമ്മൾ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു പഴയൊരു വീടുണ്ട്. ഭയങ്കര രസകരമായിട്ടുള്ളൊരു വീടാണ്. അങ്ങനെ ഞങ്ങൾ ആദ്യമേ കണ്ടെത്തിയ ആ വീട്ടിലാണ് ഈ മാധുരിയും മാധുരിയുടെ അമ്മയും താമസിക്കുന്ന വീടായിട്ട് ചിത്രീകരിച്ചത്. ടെക്സ്റ്റൈൽ ഈ സിനിമയിൽ നമ്മൾ സിനിമ കണ്ട എല്ലാ പ്രേക്ഷകർക്കും അറിയാൻ പറ്റും. ഈ സിനിമയിലെ കൂടുതൽ സീൻസ് ഈ ടെക്സ്റ്റൈൽസിലാണ് ഉള്ളത്. അപ്പം അങ്ങനെ ഒരു ടെക്സ്റ്റൈൽ ഷൂട്ടിങ്ങിന് കിട്ടുക എന്നുള്ളതും അല്ലെങ്കിൽ ഷൂട്ടിങ്ങിന് ലഭിക്കുക എന്നുള്ളതും അത് തരുക എന്നുള്ളതും ഭയങ്കര റിസ്ക്കാണ്. ഞങ്ങൾ കോട്ടയത്തെ പല ടെക്സ്റ്റൈൽസ് നോക്കി, കിട്ടിയില്ല. അതിനുശേഷം മഞ്ജു വാര്യരുടെ ബന്ധവും അതുപോലെ തന്നെ സംവിധായകൻ്റെ ബന്ധവും എല്ലാവരുടെ സൗഹൃദങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കോട്ടയത്തുള്ള കല്യാൺ സിൽക്കിലാണ് ഈ രംഗങ്ങളെല്ലാം ചിത്രീകരിച്ചത്. ടെക്സ്റ്റൈൽസിലെ പല സീൻസും കഴിഞ്ഞിട്ട് ഈ മാധുരി പോകുന്നത് അലൻസിയർ ചേട്ടൻ ഈ പടം തുടങ്ങുമ്പോൾ തന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ, ആ ജോലി ഏൽപ്പിച്ച ഒരു വീട്ടിലേക്കാണ്. ഇവർ രണ്ടുപേരും കൂടെ സൈക്കിളിൽ പോയി കഴിഞ്ഞിട്ട് ആ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇറങ്ങിയിട്ട് മാധുരിയോട് പറയാണ്, നീ പോയി അളവെടുക്കാൻ പറയുന്നു. അലൻസിയർ ചേട്ടൻ വേറെ സ്ഥലത്തേക്ക് പോകുന്നു. അപ്പോൾ ഈ വീട് എവിടെ ഷൂട്ട് ചെയ്യും എന്നുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു. കാരണം കോട്ടയത്ത് തന്നെ ഞങ്ങൾക്ക് പല വീടും ഇതിന് ചിത്രീകരിക്കാൻ കിട്ടിയില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ കോട്ടയത്ത് നിന്ന് അധികം ദൂരെ പോകാൻ പറ്റില്ല. കാരണം ലൊക്കേഷൻസ് എല്ലാം അടുത്തായി കഴിഞ്ഞാൽ നമുക്ക് ഷൂട്ടിൻ്റെ ഡേറ്റ്സ് കുറയ്ക്കാം, അതുപോലെ തന്നെ ഷിഫ്റ്റ് ചെയ്യണതിൻ്റെ സമയം കുറയ്ക്കാം. അങ്ങനെ ഞങ്ങൾ കോട്ടയത്ത് ഇങ്ങനെ തേടി നടന്നപ്പോൾ ഞങ്ങൾക്ക് കോട്ടയം കൊശമറ്റം കവലയിലുള്ളൊരു വീടാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അപ്പോഴത്തേക്ക് ക്രിസ്തുമസ് കാലഘട്ടമാണ്. ക്രിസ്തുമസിൻ്റെ ഭംഗിയാണ്. എല്ലാ വീടുകളിലും സ്റ്റാറുകളൊക്കെ തൂങ്ങി അതുപോലെ അലങ്കരിച്ചിട്ടിരിക്കുന്നു, ലൈറ്റുകൾ ഇങ്ങനെ മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആ സൈക്കിൾ ചവിട്ടി തുടങ്ങുന്നതിൻ്റെ ഇടയിൽ ഒരു പാട്ടുണ്ട്. അത് ഗോപി സുന്ദർ വളരെ നല്ല രസകരമായിട്ട് അതിനെ ഈണം ചെയ്തിട്ടുണ്ട്. ആ ഒരു നാടൻ പാട്ട് മിക്സ് ചെയ്തുകൊണ്ടുള്ളൊരു പാട്ട്, അതിൻ്റെ പ്രകൃതി, അതായത് നമ്മുടെ കുമരകത്തിൻ്റെയും
ഈ കോട്ടയത്തിൻ്റെയും ഇടയ്ക്കുള്ള കണ്ണാടിച്ചാലും അതിൻ്റെ ഇടവഴികളിലൂടെയാണ് ഈ രംഗങ്ങളെല്ലാം ചിത്രീകരിച്ചത്. ഈ സിനിമയിലെ വില്ലൻ ക്യാരക്ടർ, ഈ വില്ലൻ ക്യാരക്ടറിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മൾ ഈ സിനിമയുടെ കഥ തുടങ്ങിയപ്പോൾ തന്നെ, അതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തന്നെ, തിരക്കഥ പൂർത്തിയായപ്പോൾ തന്നെ ആര് ചെയ്യുമെന്നുള്ളതിനൊരു ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പല പല ആർട്ടിസ്റ്റുകളെ കണ്ടു, പല പല ആളുകളോട് സംസാരിച്ചു. ചില ആളുകൾക്ക് ഡേറ്റ് കൊണ്ട് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. എന്തൊക്കെയോ കാരണം കൊണ്ട് ഇതാര് ചെയ്യുമെന്ന് ഈ സിനിമയുടെ ഈ സീൻ ചെയ്യുന്നതിന് തൊട്ടടുത്ത ദിവസം വരെ ആരാണ് ഇതുവരെ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഈ സിനിമയുടെ സംവിധായകനും തന്നെ, അതായത് റോഷൻ ചേട്ടൻ തന്നെയാണ് ഈ സീൻ അഭിനയിച്ചത്. നമുക്ക് സിനിമ കാണുമ്പോൾ തന്നെ അറിയാം, ഇത്രയും ഒരു വില്ലൻ, നമുക്ക് പേടി തോന്നുന്നൊരു വില്ലൻ. അദ്ദേഹം എന്താ പറയുക, ശരിക്കും അഭിനയിച്ച് ജീവിക്കുകയായിരുന്നു. ആ ക്യാരക്ടറിനെ അത്രമാത്രം ബിൽഡ് ചെയ്തുകൊണ്ടാണ്. അതിൻ്റെ ഈ റോഷൻ ചേട്ടൻ ആ ബസ്സിൽ നിന്നിട്ട് ഒരു നോട്ടമുണ്ട്. ആ നോട്ടത്തിൽ ഗോപി സുന്ദറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഫീലാണ്, ഭയങ്കര ഒരു വില്ലനിസം പുള്ളിയുടെ മുഖത്ത് ഫീലുണ്ട്. അദ്ദേഹം നേരെ അങ്ങ് വരിക, നേരെ വന്നിട്ട് ഈ മാധുരിയുടെ അടുത്തങ്ങ് വന്ന് നിന്നിട്ടൊരു സൈക്കോ ഭാവത്തിലൊരു മുഖമൊക്കെ ഇട്ട് കാണിച്ച് ഒരു എന്താ പറയുക, കയറി പിടിക്കുന്നുണ്ട് മാധുരിയെ. മാധുരി നിപ്പങ്ങൊരു തൻ്റെ ശരീരത്തിൽ ഒരാൾ വന്ന് തൊടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീല്, ആ ഫീലൊന്ന് നേരെ പൊങ്ങിയിട്ട് ദേഷ്യത്തോടെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ഈ റോഷനാണ്ടൂസ്, അതായത് ആൻ്റപ്പൻ ആ ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടും. അപ്പുറത്തേക്ക് ഈ ബസ് നേരെ കോട്ടയം ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് കയറുകയാണ്. ഇത് ഒറിജിനൽ നമ്മൾ കോട്ടയം ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് ഈ രംഗങ്ങളെല്ലാം ചിത്രീകരിച്ചത്. ഇന്ത്യയിലെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൂടെയുള്ള സഞ്ചാരം പെൻഡ്രൈവിൽ സ്വന്തമാക്കാൻ ഇനി പറയുന്ന നമ്പറിലേക്ക് HP എന്ന് SMS ചെയ്യുക. HP എന്നീ 2 അക്ഷരങ്ങൾ മാത്രം. ഫോൺ 99544422. അത് കഴിഞ്ഞ് ഇവർ ആൻ്റപ്പൻ അന്വേഷിച്ച് പോവുകയാണ്. ഈ ആൻ്റപ്പൻ അന്വേഷിച്ച് പോകുമ്പോൾ ഈ ആൻ്റപ്പൻ കോട്ടയത്തിൻ്റെ എന്താ പറയുക, കോട്ടയത്ത് മാർക്കറ്റാണ്, കോട്ടയത്ത് കളരിക്ക ബസാറ്, അതുപോലെ തന്നെ നമ്മുടെ കോട്ടയം ടൗണിൽ തന്നെയുള്ള ചന്തയാണ്. ആ ചന്തയിലാണ് ആൻ്റപ്പൻ പച്ചക്കറി നടത്തുന്നത്. പച്ചക്കറി കട നടത്തുന്ന വ്യാപാരിയാണ് ആൻ്റപ്പൻ. ഈ ആൻ്റപ്പനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവർ മുന്നോട്ട് ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഒരു ഗംഭീര ഫൈറ്റാണ് അവിടെ നടക്കുന്നത്. റോഷനാണ്ടൂസ് എന്ന് പറഞ്ഞ സംവിധായകനെയല്ല നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്, റോഷനാണ്ടൂസ് എന്ന് പറഞ്ഞൊരു നടനെയാണ് നമുക്ക് എല്ലാവർക്കും അവിടെ കാണാൻ കഴിയുന്നത്. അത് ദിലീപ് സുബ്രായ് എന്ന് പറഞ്ഞ തെന്നിന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ഫൈറ്റ് മാസ്റ്ററാണ് ഈ രംഗങ്ങളെല്ലാം ചിത്രീകരിച്ചത്. ഇവിടെ എങ്ങനെ ചിത്രീകരിക്കുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പേടിയുണ്ടായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ ചീഫായിട്ടുണ്ടായിരുന്ന സിദ്ധു ചേട്ടൻ, അതുപോലെ തന്നെ ഗോകുലം മൂവീസാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഗോകുലം മൂവീസിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ടുള്ള കൃഷ്ണമൂർത്തി ഇവരെന്നോട് ചോദിച്ചിട്ടുണ്ട്, എൽദോ എങ്ങനെയാണ് നമ്മൾ ഈ കോട്ടയത്ത് ഇത് ചിത്രീകരിക്കാൻ പറ്റുക, എങ്ങനെയാണ് ഈ മാർക്കറ്റിൽ ഇത്രയും ആർട്ടിസ്റ്റുകളെ വെച്ചുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റുക എന്നൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ നടക്കും. അങ്ങനെ ഒരു ധൈര്യം നമ്മൾ അവർക്ക് കൊടുക്കുമ്പോൾ ഒരു സംവിധായകൻ മനസ്സിൽ കണ്ട വിഷ്വൽ, ആ വിഷ്വൽ എത്രമാത്രം നന്നാക്കാമോ, അതിനെന്തെല്ലാം ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയ നിലയിൽ ഒരു എക്സിക്യൂഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത് നമ്മുടെ ഒരു വിജയമാണ്. അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും, അതായത് രാപ്പകലില്ലാണ്ട് കഷ്ടപ്പെട്ടാണ് കോട്ടയം മാർക്കറ്റിൽ ഇത് ചിത്രീകരിച്ചത്. ഈ ഫൈറ്റ് കഴിയുമ്പോൾ തന്നെ ആൻ്റപ്പൻ ഒരു സഹായിയുണ്ട്. ആ സഹായിയുടെ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് അംബരീഷ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റാണ്. ഈ അംബരീഷിനെ മഞ്ജു വാര്യർ ഓടിക്കുന്നുണ്ട്, അതായത് മഞ്ജു വാര്യരുടെ ക്യാരക്ടർ മാധുരി. ഈ അംബരീഷിനെ ഓടിക്കുന്ന രംഗങ്ങളും അംബരീഷ് ഓടുന്നതും ഇതെല്ലാം ചിത്രീകരിച്ചത് നമ്മുടെ കോട്ടയത്തുള്ള കോടിമാതയിലുള്ള വെജിറ്റബിൾ മാർക്കറ്റിലാണ്. ആൻ്റപ്പൻ്റെ ശിഷ്യനെ, അതായത് ആൻ്റപ്പൻ്റെ സഹായിയെ മാധുരി പിടിച്ചു നിർത്തി ചോദിക്കുന്നുണ്ട്, എവിടെടാ ആൻ്റപ്പൻ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പേടിച്ച് വിറച്ച് പറയുന്നുണ്ട്, ഗുഡ്ഷെട്ടി കാണുമെന്ന് പറയുന്നത്. ഈ ഗുഡ്ഷെട്ട് നമ്മൾ ചിത്രീകരിച്ചത് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലുള്ള ഗുഡ്സ് ട്രെയിൻ വന്ന് നിൽക്കുന്ന സ്ഥലത്താണ് ഈ രംഗങ്ങൾ ചിത്രീകരിച്ചത്. ആ സ്ഥലത്തേക്കാണ് മാധുരി ഇങ്ങനെ നോക്കുമ്പോഴേക്കും ആൻ്റപ്പൻ നേരെ ഓപ്പോസിറ്റ് റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ വരികയാണ്. ഇവർ രണ്ടുപേരും നേർക്കുനേർ കണ്ടു. നേർക്കുനേർ കണ്ടിട്ട് ഈ രണ്ടുപേരും നേരെ അടുത്തേക്ക് മുഖാമുഖം നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാധുരി റെയിൽവേ ട്രാക്കിൽ നിന്ന് മുന്നോട്ട് പോകുന്നു, ആൻ്റപ്പന് നേരെ വരികയാണ്. അപ്പുറത്തേക്ക് ഒരു ഗുഡ്സ് ട്രെയിന് അതുവഴി ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു. പാസ് ചെയ്ത് പോകുന്ന ഈ ഗുഡ്സ് ട്രെയിനിൻ്റെ ബോഗികൾക്കിടയിലൂടെ ഈ രണ്ടുപേരെയും നമുക്ക് വിഷ്വലിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും.
കണ്ടു നിൽക്കുന്ന സമയത്തേക്കും ആൻ്റപ്പനെ പുറയിൽ നിന്ന് വന്നിട്ട് വെട്ടുകയാണ്. ഈ വെട്ടുന്നത് ചിഹ്നം ഭിന്നമായിട്ട് 3-4 ഗുണ്ടകൾ വന്നിട്ട് കഴുത്തിൻ്റെ സൈഡിലാണ് വെട്ടുന്നത്. കഴുത്തിൻ്റെ സൈഡിലും വയറിൻ്റെ സൈഡിലും കുത്തുകയാണ്. ആൻ്റപ്പൻ നിലത്ത് വീഴുകയാണ്. ഈ നിലത്ത് വീഴുന്ന രംഗം ചിത്രീകരിച്ചത്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കോട്ടയം റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഗുഡ്സ് ട്രെയിൻ വന്ന് നിൽക്കുന്നതിൻ്റെ സൈഡിലാണ്, അതായത് ഗുഡ്സ് ഗോഡൗണിൻ്റെ സൈഡിലാണ്. ഈ രംഗം ചിത്രീകരിക്കുമ്പോൾ വളരെ വിഷമകരമായിട്ടുള്ളൊരു സംഭവമാണ് അവിടെ നടന്നത്. അങ്ങനെ ഈ സീൻ ഷൂട്ട് ചെയ്തോണ ഇടയിൽ പെട്ടെന്ന് കണ്ണിൽ ഒരു ഇരുട്ട് പോലെ റോഷൻ ചേട്ടന് തോന്നി. റോഷൻ ചേട്ടന് തോന്നുകയും റോഷൻ ചേട്ടൻ നേരെ തല കറങ്ങി നേരെ താഴത്തേക്ക് വീഴുകയും ചെയ്തു. അത് കൈ കുത്തിയാണ് വീണത്. കൈ കുത്തി വീണ് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഞങ്ങളെല്ലാവരും സ്റ്റക്കായിപ്പോയി. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയായിപ്പോയി. അങ്ങനെ നേരെ റോഷൻ ചേട്ടൻ എടുത്ത് ഞങ്ങളെല്ലാവരും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആദ്യം ഞങ്ങൾ കോട്ടയത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഈ സിനിമയുടെ തിരക്കഥാകൃത്ത് ഉണ്ണിയാറാണ്. റോഷൻ ചേട്ടൻ്റെ എല്ലാ സിനിമകളുടെയും തിരക്കഥകൾ പൂർത്തീകരിച്ചിട്ടുള്ള ബോബി ചേട്ടനും സഞ്ജയ് ചേട്ടനുമാണ്. അങ്ങനെ അവരെ വിളിക്കുകയും അങ്ങനെ നേരെ റോഷൻ ചേട്ടനെ ഞങ്ങൾ എറണാകുളത്തെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെ കുറച്ച് ദിവസം ഈ സിനിമയുടെ ചിത്രീകരണം ഷെഡ്യൂൾ ബ്രേക്കായിട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പം റിയലായിട്ട് നടന്ന സംഭവം ഉണ്ടല്ലോ, ഈ റോഷൻ ചേട്ടൻ വീഴുകയും റോഷൻ ചേട്ടനെ ഞങ്ങളെല്ലാവരും കൂടെ ചെന്ന് വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്തല്ലോ, അതുപോലെ തന്നെയാണ് ഈ സിനിമയിലൊരു സീനും. റോഷൻ ചേട്ടൻ ക്യാരക്ടറിനെ ഗുണ്ടകൾ വന്ന് ആക്രമിക്കുകയും ആക്രമിച്ചതിന് ശേഷം ഈ ആൻ്റപ്പനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതും ഈ ഹോസ്പിറ്റൽ സീക്വൻസ് എല്ലാം, ആ രംഗങ്ങളെല്ലാം ചിത്രീകരിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. ഈ പോലീസ് സ്റ്റേഷൻ എന്നുള്ളതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ റിസ്ക് പിടിച്ചൊരു കാര്യം തന്നെയായിരുന്നു. കാരണം നിരവധി ഷൂട്ടിങ്ങുകൾ, അല്ലെങ്കിൽ നിരവധി സിനിമകളിൽ കാണിച്ച ഒരു പോലീസ് സ്റ്റേഷനും ഈ സിനിമയിൽ വരാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധം ഈ സിനിമയുടെ സംവിധായകനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈ സിനിമയുടെ പോലീസ് സ്റ്റേഷൻ രംഗങ്ങളെല്ലാം ചിത്രീകരിച്ചത് കോടിയമാതയിലുള്ള കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനാണ്. അന്ന് ബഹുമാനപ്പെട്ട കോട്ടയത്തെ SP ആണ് ഞങ്ങൾക്ക് ആ പോലീസ് സ്റ്റേഷൻ അനുവദിച്ചു തന്നത്. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും അവിടുത്തെ എല്ലാവരും ഞങ്ങളോട് വളരെ നല്ല രീതിയിലാണ് സഹകരിച്ചത്. ചില പോലീസ് സ്റ്റേഷൻ സെറ്റ് ചെയ്യുമ്പോൾ 1 ലക്ഷം തൊട്ടൊരു 5 ലക്ഷം രൂപ വരെയുള്ളൊരു എക്സ്പെൻസ് വരാം. അതിൻ്റെ പ്രോപ്പർട്ടികൾ, ജയില്, ജീപ്പ്, എല്ലാ സജ്ജീകരണങ്ങളും വേണം. പക്ഷേ ഞങ്ങൾക്ക് ഈ സിനിമയ്ക്ക് അന്ന് പോലീസ് സ്റ്റേഷൻ ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് അനുവദിച്ച് തന്നത് 10,500 രൂപയ്ക്കാണ് അന്ന് പോലീസ് സ്റ്റേഷൻ അനുവദിച്ച് തന്നത്. മാതിരി ഒരു കാറിൽ യാത്ര പോവുകയാണ്. യാത്ര പോയിട്ട് ഈ ആൻ്റപ്പൻ്റെ സഹായി ഉണ്ടല്ലോ, അംബരീഷ് ചെയ്ത ക്യാരക്ടർ, ഇവൻ്റെ കയറ്റി കൊണ്ടേ പോകുന്ന സീൻസും അംബരീഷ് ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നതും ഈ വണ്ടിയിൽ കയറുന്നതും ഇതെല്ലാം ചിത്രീകരിച്ചത് നമ്മുടെ കോട്ടയത്തെ മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്തുള്ള കോട്ടേഴ്സിൻ്റെ ഏരിയയിലാണ് ഈ രംഗങ്ങളെല്ലാം ചിത്രീകരിച്ചത്. ഇത് കഴിഞ്ഞ് മാധുരി ഈ പയ്യൻ്റെ ബൈക്ക് ഇങ്ങനെ ഫോളോ ചെയ്ത് പോവുകയാണ്. ഫോളോ ചെയ്ത് ഇങ്ങനെ പോയി കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇതൊരു കുറേ റബ്ബർ മരങ്ങൾക്കിടയിലൂടെ വന്നിട്ട് ഈ വണ്ടി നിൽക്കുന്നു. ഈ അംബരീഷ് ചെയ്ത ക്യാരക്ടർ കൈൻറ്റുകൊണ്ടിൽ ഇറങ്ങി കയ്യിലെ സഞ്ചിയായിട്ട് മുന്നോട്ട് നടന്ന് നീങ്ങുന്നു. മാധുരി പതുക്കെ കാറിൽ നിന്നിറങ്ങി പതുക്കെ ഇതിൻ്റെ പുറകെ യാത്ര ചെയ്യാണ്. അങ്ങനെ യാത്ര ചെയ്ത് ഈ അംബരീഷ് സാധനങ്ങളൊക്കെ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഇവൾ ആ വീട്ടിലേക്ക് കയറുകയാണ്. ആ വീട്ടിലേക്ക് കയറുമ്പോഴാണ് ഒരു അരയ്ക്ക് താഴെ തളർന്ന് കിടക്കുന്ന ആൻ്റപ്പനെ കാണുന്നത്. കോട്ടയം ഞങ്ങൾ അധികം ദൂരെ പോവാതെ റബ്ബറും അതുപോലെ തന്നെ റബ്ബർ മരങ്ങൾക്കിടയിലുള്ള ചെറിയൊരു വീടും കിട്ടാൻ വേണ്ടി കുറേ സ്ഥലങ്ങൾ തേടി നടന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഈ സിനിമ പള്ളിക്കത്തോട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത്. ഈ പള്ളിക്കത്തോടിൽ ഞങ്ങൾ എത്തിച്ചേരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിലെ ഹെലിക്യാം ഉപയോഗിക്കുന്ന സൂരജിൻ്റെ വീട് പള്ളിക്കത്തോടാണ്. അങ്ങനെ പള്ളിക്കത്തോട് ഇങ്ങനൊരു സ്ഥലമുണ്ട്, ഒന്ന് വന്ന് നോക്കാൻ പറയുന്നു. അങ്ങനെ ഞാനും ഇതിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കലാസംവിധായകൻ്റെ സഹായം കൂടെ കൂടി ഞങ്ങൾ ഈ പള്ളിക്കത്തോട് പോവുകയും പള്ളിക്കത്തോട് പോയിട്ടാണ് ഈ വീട് കണ്ടുപിടിക്കുകയും ഈ വീട്ടിലാണ് ഈ സിനിമയിലെ ആൻ്റപ്പൻ്റെ വീടായിട്ട്, അതായത് ക്ലൈമാക്സ് രംഗത്തിലുള്ള വീടായിട്ട് ഞങ്ങൾ ചിത്രീകരിച്ചത്. അതിനുശേഷം പ്രതികാരം ചെയ്യാൻ പറ്റാണ്ട് മഞ്ജുവാരുടെ ക്യാരക്ടറുണ്ട്, അവരവിടുന്ന് പോരുന്നു. പിന്നെ അവരൊരു ബസ്സിൽ യാത്ര ചെയ്യാണ്. ഇങ്ങനെ ബസ് ഇങ്ങനെ പതുക്കെ മുന്നോട്ട് നീങ്ങുന്നു. ഈ ബസ്സിൽ വേറൊരു യാത്രക്കാരൻ ആ ബസ്സിൽ സഞ്ചരിക്കുന്ന ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ദേഹത്ത് കയറി
പിടിക്കുകയാണ്. ഇത് കാണും പെട്ടെന്ന് മാധുരി. കണ്ടിട്ട് ഈ ക്യാരക്ടറിനെ, അതായത് സതീശൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ ബസ്സിൽ നിന്ന് വലിച്ച് പുറത്തേക്ക് ഇറക്കിയിട്ടിട്ടുള്ള ഫൈറ്റാണ്. ശരിക്കും ഒരു നാടൻ അടിയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുക. ഈ നാടൻ സംഘടന രംഗം ചിത്രീകരിച്ചത് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിനും ഏറ്റുമാനൂർക്കും ഇടയിലുള്ള സ്ഥലത്താണ് ഈ രംഗം ചിത്രീകരിച്ചത്. അവിടെ ഒരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റെയിൻ സെറ്റപ്പാണ്. നമുക്ക് കണ്ടറിയാം മഴ പെയ്യുന്നുണ്ട് ഈ സംഘടന രംഗത്തിൽ. അതുപോലെ തന്നെ ബസ് പോകുമ്പോൾ ഇങ്ങനെ മഴ രണ്ട് സൈഡിലും പെയ്ത് വീഴുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കിത് ചിത്രീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കുള്ള വഴികൾ, ആംബുലൻസ് ഫുൾ ടൈം പോയിക്കൊണ്ടിരിക്കുന്ന വഴികൾ, റോഡ് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല, മെഡിക്കൽ കോളേജിൻ്റെ റോഡ്. അപ്പോൾ ബസ് പോകുന്നു, ബസ്സിൻ്റെ പുറകെ റെയിൻ വണ്ടിയുടെ മുകളിൽ റെയിനിലെ 2 പേര് കയറി ഇരുന്നിട്ട് ഓസിൽ വെള്ളം അടിച്ചിട്ടാണ് ഈ മഴ പെയ്യിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 2 സൈഡിലും ബ്ലോക്ക് ചെയ്യാത്ത രീതിയിൽ യാത്രക്കാർക്കും അതുപോലെ തന്നെ ആശുപത്രി പോകുന്ന ആളുകൾക്കും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിലാണ് അവിടെ ഫൈറ്റ് ഞങ്ങൾ ചിത്രീകരിച്ചത്. ഈ ഫൈറ്റ് ചെയ്തത് രാജശേഖർ എന്ന് പറഞ്ഞ ഫൈറ്റ് മാസ്റ്ററാണ് ഈ രംഗങ്ങളെല്ലാം ചിത്രീകരിച്ചത്. ഈ രംഗം കഴിഞ്ഞിട്ട് വിജയിച്ച ഭാവത്തോടുകൂടി, അതായത് മുഖഭാവത്തോടുകൂടി നടന്നു വരുന്ന മാധുരിയുണ്ട്. ആ മാധുരി നടന്നു വരുമ്പോൾ തന്നെ കല്യാണം ആലോചിച്ച ചെറുക്കൻ ബൈക്കിൽ വരികയും ബൈക്കിൽ വന്നിട്ട് ആ ബൈക്കിൻ്റെ പുറകിലിരുന്ന് മാധുരി പോകുന്നതാണ് പടത്തിൻ്റെ എൻഡ്. അതാണ് തിരക്കഥയിൽ എഴുതി വച്ചിരുന്നത്. അത് ബോബനാലമൂന്നാണ് ക്യാരക്ടർ ചെയ്തത്. പക്ഷേ ഈ രംഗം ചിത്രീകരിക്കുന്ന സമയത്ത് ബോബൻ ചേട്ടൻ വന്നിരുന്നു. ഈ രംഗമാണ് ലാസ്റ്റ് നമ്മൾ ചിത്രീകരിക്കാൻ പോകുന്നത്. അന്നേരമാണ് മനസ്സിലായത് ബോബൻ ചേട്ടന് ബൈക്ക് ഓടിക്കാൻ അറിയില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ആ രംഗം ചിത്രീകരിക്കാണ്ട് മാധുരി നടന്നു വരുന്നതിൽ മാത്രമായിട്ട് പടം എൻഡ് ചെയ്തത്. പ്രതി പൂങ്കോടി എന്ന് പറഞ്ഞ സിനിമയുടെ യാത്രയിൽ എന്നെ കൂട്ടിയ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.